ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കതിന് വളരെ കുറച്ച് സാധനം മതി. ഒരു ഉള്ളി വേണം, 2 പച്ചമുളക്, കറിവേപ്പില, 2 ചെറിയ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചു. അതിൻ്റെ കൂടെ ഇത്തിരി തേങ്ങാപ്പാൽ വേണം, പിന്നെ ഇത്തിരി പെരുംജീരകവും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയാണ്. കടുക് ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ച് അതിലൂടെ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഇട്ട് കൊടുക്കാം. കരിയാതെ നോക്കണം. നമുക്കിനി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള വഴണ്ട് വരുന്നതും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി, തീ കൂട്ടണ്ട. സവാള നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നന്നായിട്ട് ഗോൾഡൻ കളറൊക്കെ ആകുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളകി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തീ കൂട്ടി വയ്ക്കുക. തീ കൂട്ടി വെച്ചിട്ട് അടച്ച് വെക്കണം. കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ മുട്ട പുഴുങ്ങി എടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിക്കാം. കാരണം മുട്ടയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് മുട്ടക്കറി ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതിന് വരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കൂട്ടാവുന്ന തരത്തിലാണ് ഉണ്ടാക്കിയത്. അത് എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളകോ ഒക്കെ കൂടുതലിട്ട് ഉപയോഗിക്കാം. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചപ്പാത്തി, അപ്പം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.